ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ ഈ സാധനമൊക്കെ കൈ പിടിച്ചുകൊണ്ട് എന്താണ് പരിപാടി എന്നായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഒത്തിരി പേനയും ഇപ്പോൾ എനിക്ക് ഈ വട്ടം ആൻറ്റിയൊക്കെ വന്നപ്പോൾ ഒരു ലോഡ് പേനകളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാവേ. എൻ്റെ കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഇത് വേറെ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ. പേന, പെൻസിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരല്ല. എൻ്റെ അമ്മ കണ്ടില്ലേ, കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പെൻസിൽ ബോക്സ് ഉണ്ട്, അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ചേട്ടൻ്റെ മുറിയിൽ നിന്ന് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു എന്താ പറയുക, ഒരു പ്രിങ്കിൾസിൻ്റെ ഒരു ചെറിയൊരു ഡപ്പ കിട്ടി. അത് വെച്ച് നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കളർ എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു സ്മൈലി പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കളർ എന്തെങ്കിലും മാറ്റി വെച്ച് കിട്ടി. അപ്പോൾ ഞാൻ സ്മൈലിക്ക് പിന്നെ നമുക്ക് എല്ലാ ഞാനും എടുത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളറാക്കിയിരിക്കുന്നത്, അത് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ കളറ് അത്ര യൂസ് ആവുന്നില്ല കേട്ടോ, ആ പ്രശ്നം ഒന്നാമത്തെ. ഞാൻ മിക്സ് ചെയ്തൊക്കെ അടിക്കാൻ നോക്കട്ടെ. ഇതൊക്കെ അടിക്കുമ്പോൾ ഒരു കിട്ടുന്നില്ല, ഒരു കളർ അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി റെഡാക്കി, സ്മൈലി മാറ്റിയിട്ടു. അപ്പം ഞാൻ റെഡ് മൊത്തം അടിച്ചിട്ട് കാണാം. ഇത് ഏകദേശം ഒരു റെഡ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് റെഡ് അടിക്കാം. അപ്പം കാണാം ഗൈസ്. ഇതെന്താണെന്ന് അറിയത്തില്ല, ആ ഒരു പെയിൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നതുണ്ടോ, ഇതങ്ങോട്ട് പോകുന്നില്ല. ഇത് ചെറുതായിട്ട് ഓരോരുത്തൊക്കെ ഒരു റെഡ് കളർ പോലെ വന്നിട്ടുണ്ട്, അല്ലാതെ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് 2 കോട്ടെങ്കിലും ബലമായി അടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. കേസ് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയാണ് കേട്ടോ, അതിപ്പോൾ 2-3 വട്ടം അങ്ങോട്ട് പോകുന്നത്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. നമുക്കെന്തത് അടിക്കാം ചേച്ചി എന്ന് പറഞ്ഞാൽ ജോലിക്ക് വന്നാണ്. അപ്പോൾ ഞാനിത് അടിച്ചിട്ടും സെറ്റാകുന്നില്ല. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് അടിക്കാമെന്ന്. നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ബ്ലാക്ക് അടിക്കാം, ബ്ലാക്ക് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഗ്രേ അടിച്ചായിരുന്നു, അത് കാണത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു സാധനം നമുക്കിതിൻ്റെ ഇവിടെ ഒരു ഫിറ്റ് ചെയ്യാമെന്നൊക്കെ ഓർത്ത് വെച്ചായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇത് എവിടെ ഫിറ്റ് ചെയ്യുമെന്ന്. സാരമില്ല, എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്ത് സാധനമാണ്? ഇത് വേറെ ഒന്നല്ല, ഇത് നമ്മുടെ ഒരു സ്പൂണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കൊരുത്തിൻ്റെ സ്പൂണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, വരുന്നായിരുന്നു ഈ ഒരു തടിയുടെ സ്പൂണില്ലേ, അതിങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു മോഹമൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്കെച്ച് കളർ വെച്ച് നല്ലോണം വരയ്ക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഈ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുക. അല്ലെങ്കിൽ വേറെ ഒരെണ്ണമുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുക. ഇതിങ്ങനെ ത്രെഡ് എടുത്ത് ഇങ്ങനെ ചുറ്റി അവിടെ കെട്ടി വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉടുപ്പോലൊരു എന്താ പറയുക, ഒരു കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും, കാർഡ്ബോർഡോ ആയിരിക്കണ്ട, കാർഡ്ബോർഡിൻ്റെ കുറച്ചും കൂടി ഒരു തിക്നെസ് കുറഞ്ഞൊരു പേപ്പർ ഉണ്ടല്ലോ. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇത് മതി. ആ ബുക്കിൻ്റെ ഒക്കെ ഒരെണ്ണം എടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പടം വരയ്ക്കാം. ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു ഫ്ലവർ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഒരു ഡ്രസ്സ് പോലെ വന്ന് മുഖമൊക്കെ വരയ്ക്കുക. എടുത്താൽ ഇങ്ങനെ വരച്ചിട്ട് അത് നമുക്കൊരു കാല് പോലെ കിട്ടുന്നുണ്ട്. ആ കാലിന് എന്തെങ്കിലുമൊക്കെ ഒരു കളർ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം കേട്ടോ. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വരയ്ക്കത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അത് സ്മൈലി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കി ഇച്ചിരി കൂടി ഭംഗി കിട്ടുമെന്ന് വെച്ച് ഞാൻ ഇതെടുത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്കിതൊന്ന് വെച്ച് നോക്കാം അല്ലേ. വെച്ചിട്ട് വരാം. അത് മാത്രമല്ല, പിന്നെ വെക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ളൊരു പണി. ഓക്കെ, ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഗൈസ്, പ്ലീസ്. അപ്പോൾ ഗൈസ് ഇത് ഏകദേശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊരു ചെളി പറ്റിയിട്ടോ, അതൊന്നും കുഴപ്പമില്ലായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കില്ലാത്ത കുറച്ച് ബുക്സും പോട്ടെ, പേന, അങ്ങനത്തെ പെൻസില്, അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഉണങ്ങുന്നതിന് മുമ്പേ എടുത്ത് പിടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചൊക്കെ കൈ പറ്റുന്നുണ്ട്. അത് പറ്റിയത് നേരെ ഇതിലേക്കും പിടിക്കണം. അത് നമുക്ക് നിലത്ത് വെക്കാം. ഞാൻ കുറച്ച് പേനാസ് ഒക്കെ ഇടാം കേട്ടോ. നമുക്കിനി നമ്മുടെ കയ്യിൽ പേനയ്ക്ക് ക്ഷാമമൊന്നും ഇല്ലാത്തത് നമുക്ക് ഒത്തിരി പേന കയ്യിലിരിപ്പുണ്ട്. എല്ലാം നല്ല ന്യൂജൻ പേന, പിന്നെ പെൻസില്, പേന എല്ലാം ഉണ്ട് കേട്ടോ. അതോ കുറച്ച് പേന, പെൻസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്തിടാം, ഇതൊക്കെ പുത്തനാട്ടോ, പൊട്ടിക്കാത്ത. അത് ചുമ്മാ ഇട്ടേക്കാം. അത് ഞാൻ പൊട്ടിച്ചിട്ടു കേട്ടോ, തന്നെ പൊട്ടിപ്പോയി. പിന്നെന്താ, ഇതൊക്കെ ഒരു വേറെ ടൈപ്പ് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കാം നിങ്ങൾക്ക്.
അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രിങ്കിൾസ് ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.